ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിലെ നമ്മുടെ ഫ്ലൈ സ്റ്റിച്ചാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് കാണിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ തെളിഞ്ഞു വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ ഒന്ന് അമർത്തുക. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതിന് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഫ്ലൈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുകളിൽ നിന്നാണ് തയ്ക്കുന്നത്. നമുക്ക് നൂലിങ്ങനെ കുത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ താഴോട്ട് നമുക്ക് കുത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മാറി നമ്മൾ സൂചി ഇങ്ങനെ കുത്തി നൂല് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ വിരലുകൊണ്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കാം. തുടക്കക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കുന്നതൊക്കെ. നമ്മൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് വേഗം ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പുതിയ താഴോട്ട് ഇറക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഈ നൂല് കുത്തി ഇറക്കിയില്ലേ, അവിടെ നമ്മളിങ്ങനെ കുത്തിയെടുക്കുക, മേലോട്ട് പൊക്കിയെടുക്കുക ജസ്റ്റ്. എന്നിട്ട് നമ്മളിതങ്ങ് വിട്ടു കൊടുക്കുക, വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നേരെ തന്നെ നമ്മൾ അടുത്തതും എടുത്ത് കുത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇപ്പോഴത്തെ സൈഡിലോട്ട് നമ്മളിങ്ങനെ കുത്തിയെടുക്കുക. ജസ്റ്റ് മേത്തോടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. നമ്മൾ സെയിം ലെങ്തിൽ തന്നെ ഇങ്ങോട്ട് നമ്മൾ കുത്തിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കുത്തിയ ഭാഗത്തൂടെ ഇങ്ങനെ കുത്തി മേളിലോട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് നൂലിങ്ങനെ വിട്ടു കൊടുക്കുക, വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുത്തി താഴോട്ട് ഇറക്കുക. ഓക്കെ, നമുക്ക് എത്ര ഇതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുത്തിയെടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. കുത്തിക്കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കുത്തി മേളോട്ട് എടുക്കുക. ഓക്കെ, ഇത് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എത്ര നൂല് വെച്ച് വേണേലും, ഇപ്പോൾ ഒരു നൂല് വെച്ചാണേലും നമുക്കിത് തയ്ക്കാം, ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കാവുന്നതാണ്. ഒരു നൂലാകുമ്പോഴത്തേന് വളരെ ചെറിയതായിരിക്കും. ഞാനിപ്പം 6 നൂല്, അതായത് 6 സ്ട്രാൻഡ്സ് വെച്ചാണ് എടുത്തേക്കുന്നത്. ഞാൻ ഈ ആങ്കറിൻ്റെ ത്രെഡ് വെച്ചാണ്. അപ്പോൾ ഒരു നൂലെന്ന് വെച്ചാൽ നമ്മുടെ ഈ ത്രെഡ് ഇങ്ങനെ ഇരിക്കുക. അതിനകത്ത് ഒരു നൂല് ഇതാണ് ഒരു നൂലെന്ന് പറയുന്നത് ഇതാണ്. അങ്ങനത്തെ 6 നൂല് ചേരുന്നതാണ് ഇതിനകത്ത് ഒരു നൂല്. മനസ്സിലായി? അങ്ങനത്തെ ഒരു നൂലാണ് ഞാൻ എടുത്തേക്കുന്നത്. വലിയ അത്യാവശ്യം ആ നൂല് കയറാൻ പാകത്തിനുള്ള ഒരു സൂചിയുമാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തോരം അളവിലാണ് ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കുക. നമുക്ക് എളുപ്പം മനസ്സിലാവുന്നതിനായിട്ടൊരു ടെക്നിക്കുണ്ട്. നമ്മളൊരു 3 വര വരയ്ക്കുക, 3 ലൈൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൽ കൂടെ നമുക്ക് തയ്ച്ചു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, പഠിക്കാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ഒരു 3, ഇവിടെ ഒരു നടുക്കൊരു വര, ഇപ്പുറത്തൊരു വര, അങ്ങനെ ഒരു 3 വര വരച്ചു കൊടുത്താൽ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുന്നല്ല, പഠിക്കാൻ ഇച്ചിരി പാടാണ്. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഒരു 3 ലൈൻ വരച്ചു കൊടുക്കുന്നത് എളുപ്പമായിരിക്കും. നമ്മൾ വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ 3 ലൈനായിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക, ആ വരയ്ക്കുന്ന ആ പാട് നമുക്കവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല.
നടുക്കത്തെ ലൈന് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കുഴപ്പമില്ല, കാരണം ഇത് കവർ ചെയ്ത് പോവുക, മുഴുവനായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് നടുക്കത്ത്. അപ്പുറത്തെ ഇപ്പുറത്തോളം നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വരച്ചേക്കുന്നതെല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമുക്കൊരു ഏകദേശ രൂപം നമുക്ക് പിടികിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ തയ്ക്കുക. നമുക്ക് വശം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തയ്ക്കാം. ഓക്കെ, നമ്മളത് നിർത്തുകയാണേ. എല്ലാവരും ഒന്ന് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ കെട്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടിയിൽ കെട്ടിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരു കെട്ട് വിട്ട് കൊടുത്താൽ മതിയാവും. ഒറ്റ കെട്ട്. ഒരുപാട് വലിയ 2-3 കെട്ടൊക്കെ ആകുമ്പോഴത്തേക്കിന് അടിയിൽ ഇങ്ങനെ മുഴച്ച് നിൽക്കും. ഒരൊറ്റ കെട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നല്ല ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വേറെ ഒരു സ്റ്റിച്ചുമായിട്ടോ അല്ലെങ്കിൽ ഒരു സാരിയുമായിട്ടോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്കൊന്നും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണൂടെ അമർത്തുക. വീഡിയോസ് എല്ലാം നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത ഒരു സ്റ്റിച്ചുമായിട്ടോ അടുത്തൊരു സാരീസോ ഒക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ഓക്കെ.